കൊല്ലം തേനി ദേശീയപാതയിലെ കടപ്പുഴയിൽ വൻതോതിൽ കോഴിമാലിന്യങ്ങൾ തള്ളിയ നിലയിൽ പാലത്തിനു സമീപമുള്ള വളവിലാണ് രണ്ട് കൂനകളിലായി മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്നത്. കൊല്ലം തേനി ദേശീയപാതയിലെ കടപ്പുഴയിലാണ് കോഴിമാലിന്യങ്ങൾ വൻതോതിൽ തള്ളിയ നിലയിൽ കാണപ്പെട്ടത്. കടപ്പുഴ ജംഗ്ഷൻ സമീപമാണ് സാമൂഹിക വിരുദ്ധർ ദിവസങ്ങൾ പഴക്കമുള്ള കോഴിമാലിന്യങ്ങൾ കൂനകളായി നിക്ഷേപിച്ചത്. പാലത്തിനു സമീപമുള്ള വളവിലാണ് രണ്ട് കൂനകളായി മാലിന്യം തള്ളിയത്. ഇതോടെ പ്രദേശമാകെ ദുർഗന്ധം വ്യാപിച്ചിരിക്കുകയാണ്. രാത്രി ഒരു 12 മണിക്ക് ശേഷമായിരിക്കാം ഇത് ഇട്ടാണ് നിഗമനം. അതുപോലെ തന്നെ ഇത് രാവിലെ 6 മണിക്ക് മുമ്പ് അറിഞ്ഞപ്പോൾ തന്നെ സ്റ്റേഷനിൽ അറിയിക്കുകയും ശാസ്താംകോട്ട സ്റ്റേഷനിൽ അറിയിക്കുകയും ഒരു ആരോഗ്യവകുപ്പിനെ അറിയിച്ചിട്ടുണ്ട്. അത് ഉടൻ തന്നെ അത് നീക്കം ചെയ്യാനുള്ള തീരുമാനം എടുക്കാനാണ് പഞ്ചായത്ത് വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന് വേണ്ടുന്ന നടപടികൾ സ്റ്റേഷൻ്റെ പരിധിയിൽ നിന്നും ഹെൽത്തിൻ്റെ പരിധിയിൽ നിന്നും ഇതാരാണോ ഇത് കൊണ്ടുവന്ന് ഇവിടെ ഇട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ അത് CCTV നോക്കി കൃത്യമായ നടപടിയെടുത്ത് ആ കോഴി ഫാം ആണെങ്കിൽ അത് ലൈസൻസ് കട്ട് ചെയ്ത് തന്നെ ഇങ്ങനെയുള്ള നിയമ നടപടി സ്വീകരിക്കണം. കാരണം നമ്മുടെ കേരളം മാലിന്യമുക്ത നവകേരളമായി വന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള നീചമായ പ്രവൃത്തികൾ ചെയ്യുന്നതിനുള്ള അടിയന്തര നടപടിയെടുത്ത് ഇതിന് വ്യക്തമായി ഒരു തീരുമാനം ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട്. തെരുവ് നായ്കളും കാക്കയടക്കമുള്ളവയും ഇതിൽ നിന്നുള്ള കോഴിയവശിഷ്ടങ്ങൾ മറ്റിടങ്ങളിലേക്ക് കൊണ്ടിടുന്നതും പ്രദേശവാസികളെ വലച്ചു. കഴിഞ്ഞ രാത്രിയോടെയാണ് മാലിന്യം ഇവിടെ തള്ളിയത്. ആരോഗ്യവകുപ്പിലും പോലീസിലും വിവരമറിയിച്ചതായി പഞ്ചായത്ത് അംഗം ശീലകുമാരി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.